30-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ സ്തുതിക്കാം. വായിക്കുന്നു. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ എൻ്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എൻ്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം മുടിപ്പിച്ചിരിക്കുന്നു. എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആമേൻ, അവൻ്റെ വായിൽ എപ്പോഴും ദൈവത്തിനുള്ള സ്തുതിയുണ്ട്, ദൈവത്തിനുള്ള സ്തോത്രമുണ്ട്, ദൈവത്തിനുള്ള ആരാധനയുണ്ട്. ആമേൻ. ദാവീദ് പറയുകയാണ്, ആമേൻ, ഹല്ലേലൂയ, ഞാൻ മൗനമായിരിക്കാതെ എന്നേക്കും നിനക്ക് സ്തുതി പാടേണ്ടതിന്. കാരണം നീ എൻ്റെ വിലാപത്തെ അഴിച്ച്, ഹല്ലേലൂയ, എൻ്റെ രട്ട് നീ അഴിച്ച്, ആമേൻ, വിലാപത്തെ നൃത്തമാക്കി തീർത്ത ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ നാം സേവിക്കുന്ന ദൈവം നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഈ സങ്കീർത്തനത്തെ അനുഗ്രഹിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. സ്റ്റീവ് മുന്നോട്ട് കടന്നവരാ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Let the name of the Lord be glorified today. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. The Lord has made this day. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. Let us rejoice and be glad. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ പ്രകൃതി നമുക്ക് അനുകൂലമല്ലായിരുന്നു. For the past few days the weather is not favorable for എങ്കിലും us. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരുന്നത് ഓർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. Let us praise God for his mercies today. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. You know how God's faithfulness is. നാം അവന്റെ ചിറകിൻ മറവിലാണ് ഓരോ ദിവസവുമായിരിക്കുന്നത്. We are under the refuge of his wings every day. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ സൂക്ഷിക്കുന്നത് പോലെയാണ് കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നത്. Like how the hen protects its chicks under its wings, likewise God protects ആ us. ചിറകിൻ മറവിൽ നിന്ന് പലപ്പോഴും പരുന്ത് റാഞ്ചുവാൻ വരുന്നത് പോലെ പിശാച് നമ്മെ റാഞ്ചുവാൻ വരുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. There are many times that the devil, as like the eagle goes after the chicks, comes after us. എന്നാൽ യോബിന്റെ ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഇന്ന് പകലിൽ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. I praise God for the protection that he offers us daily. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. There is a God that protects us. ഈ ആരാധനയിൽ ദൈവത്തിന്റെ മഹത്വം ഇവിടെ വ്യാപരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the presence of God. നാം പാടിയ പാട്ട് ഇങ്ങനെയാണ്, പേര് വിളിക്കുന്ന നേരം എന്റെ പേരും കാണും. As we sang today, when the roll is called up, my name would be there. ഒരു ഭക്തന്റെ ഭൂമിയിലെ അവസാനത്തെ സെക്കൻഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. It talks about the very last moment of the Holy One. ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ പേര് വിളിക്കുമ്പോൾ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. And when the roll is called up, those whose names are written will be taken up first, and Amen. those who live will be. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. That is our greatest hope. പക്ഷേ ഭൂമിയിൽ വെച്ച് നാം ഒരു കാര്യം ഉറപ്പ് വരുത്തിക്കോണം, ആ പുസ്തകത്തിൽ എൻ്റെ പേര് ഉണ്ടായിരിക്കണം. And let us make sure that our name is written in the book. പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുവാനുള്ള അനേക വൈതരണികൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. There are many circumstances that we may face that our names would be പിശാച് disappear. ആമേൻ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കുവാൻ ഒത്തിരി കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിടുവാൻ സാധ്യതയുണ്ട്. And the devil may try many things to erase our names from the book. എന്നാൽ നാം നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാണ്. But let us be reminded that we are standing in a battlefield. ആ പോരാട്ടത്തിൽ നാം നിൽക്കുമ്പോൾ ആമേൻ പുസ്തകത്തിൽ
ആമേൻ എങ്ങനെയെങ്കിലും പേര് നിലനിർത്തുക എന്നുള്ളതാ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. And our only aim should be to maintain our names in that book. ഇന്നത്തെ കാലത്തെ സഭയുടെ ലക്ഷ്യങ്ങളെല്ലാം മാറിപ്പോയിരിക്കുകയാണ്. And in this day and age, the aim of the church, it has gone to different places. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ആമേൻ കേരള സ്റ്റേറ്റ് ജനറൽ കൺവെൻഷന്റെ തീം എന്ന് പറയുന്നത് യേശുവിന്റെ മടങ്ങിവരവും നമ്മുടെ ഒരുക്കവും എന്നുള്ളതായിരുന്നു. I'm really happy that during the general convention this time, the topic was the return of God and our preparedness. ചില നാളുകളായി ആമേൻ നാം കേൾക്കാത്ത ഒരു ടോപ്പിക് ആയിരുന്നു ഈ വർഷം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. And this time they took a topic which we haven't heard for many times. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട, നാം എപ്പോഴും ആമേൻ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ് കർത്താവിന്റെ വരവും നമ്മുടെ ഒരുക്കവും എന്നുള്ളത്. And we should be reminded ourselves daily that the Lord is coming and how we should be prepared for ഈ that. ലക്ഷ്യത്തിൽ നിന്നാണ് ഇന്നത്തെ സഭകൾ ഒത്തിരി പുറകോട്ട് മാറിയിരിക്കുന്നത്. And it is from this vision that the lot of churches have gone astray. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരൻ പറയുന്നുണ്ട്, എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളുകയാൽ ഞാൻ എൻ്റെ പ്രിയന്റെ നാടിനോട് ഒരു ദിവസം കൂടെ അടുക്കുന്നു എന്ന് പാട്ടുകാരൻ പാടുന്നുണ്ട്. As the songwriter says that I am closer to the Lord's coming every day. ഒരുപക്ഷെ അടുത്ത ആഴ്ച ഈ ഫെസിലിറ്റിയിൽ ആമേൻ നാം ഒരുമിച്ചിരുന്ന ദൈവത്തെ ആരാധിക്കുമോ അതോ കർത്താവിന്റെ കൂടെ ആയിരിക്കുമോ എന്ന് നമുക്കറിയത്തില്ല. We do not know if the next week we would be in this facility or we would ആമേൻ be with ഇത് God. നാം പറയുമ്പോഴും നാം ചിന്തിക്കുമ്പോഴും പ്രത്യാശയോടെ ആമേൻ ഹല്ലേലൂയ ഒരു പടി കൂടെ ആമേൻ ആനന്ദത്തോടെ വേണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനായി. Let us talk about these things with great joy and great hope these days. ആമേൻ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നമ്മുടെ പാട്ട് അന്വർത്ഥമാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ, എപ്പോഴും തയ്യാറായിരിക്കുവാൻ ആമേൻ ആ ബുദ്ധിയില്ലാത്ത ആമേൻ കന്യകമാരെ പോലെയല്ല, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്കിൽ ആമേൻ എണ്ണയെടുക്കുക, പാത്രത്തിൽ കരുതുക, ആമേൻ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ നടക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. And let us be wise as those virgins who were prepared for the coming of their bridegroom. ഇന്നത്തെ സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ സ്തുതി പാടുവിൻ. And as we read in today's Psalms, let the holy ones, let them praise the Verse Lord. 4. വിശുദ്ധന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്തുതി പാടാൻ പറ്റത്തുള്ളൂ. Only the holy ones can sing praise to God. ആമേൻ. വിശുദ്ധരല്ലെങ്കിൽ സ്തുതി പാടണ്ട. If you're not holy, you don't need to do that. ആമേൻ. നാം വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണോ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് സ്തുതി പാടുവാനായിട്ട് സാധിക്കും. And if you're living a holy life, you can praise നാം God. സ്തുതി പാടുമ്പോൾ അവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവന്റെ വിശുദ്ധ നാമത്തിന് നാം സ്തോത്രം ചെയ്യുകയാണ്. And we sing praises to his holy name. ആ നാമത്തെ നാം ഉയർത്തുകയാണ്. We are lifting up the holy name of God. സ്തോത്രം. യേശു കർത്താവ് ആമേൻ സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ഭൂതങ്ങളെ പുറത്താക്കണം. And when the Lord ascended to heaven, he told his disciples that in നിങ്ങൾ my name you should cast out ആമേൻ demons. നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ And സൗഖ്യമാക്കണം. in my name you should heal the sick. ആമേൻ. എൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. And my name is above all other names. സ്തോത്രം. ഒരു വിശുദ്ധന് മാത്രമേ ആ നാമത്തെ നാവിന്മേൽ എടുക്കുവാൻ And സാധിക്കുകയുള്ളൂ. only a holy person can take up that holy name. ആമേൻ. നമുക്ക് ഇന്ന് പകലിലും കർത്താവിന്റെ നാമത്തെ നമ്മുടെ നാവിന്മേൽ എടുക്കുവാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. And that is the greatest blessing or luck in our lives, that we can 32-ാം take the name. സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. And as it says in Psalm 32, blessed is the one who has been forgiven his transgressions. സ്തോത്രം. ഈ 30-ാം സങ്കീർത്തനം ആമേൻ ഒരു ഭവന പ്രതിഷ്ഠ സങ്കീർത്തനമായിട്ടാണ് സാധാരണ രീതിയിൽ ആമേൻ കാണുന്നത്. And usually this psalm is said in during when you get a new house. ആമേൻ. സാധാരണയായി ഒരു ഭവനം പ്രതിഷ്ഠിക്കുമ്പോൾ, ഒരു ആലയം പ്രതിഷ്ഠിക്കുമ്പോഴൊക്കെ ഈ സങ്കീർത്തനം ആമേൻ ഉരുവിടാറുണ്ട്, ആമേൻ, അല്ലെങ്കിൽ വായിച്ച് കേൾക്കാറുണ്ട്. And usually when you dedicate a new house or a church, you usually hear from the psalm. എന്നാൽ ഇതിനകത്തെ 2-ാമത്തെ വാക്യമാണ് എന്നെ ഇന്ന് ചിന്തിപ്പിച്ച ഒരു വാക്യം എന്ന് പറയുന്നത്. And the second verse is what caught my attention today. സ്തോത്രം. 2-ാമത്തെ വാക്യം വേഴ്സ് 2 ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ദൈവമായ യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു.
And it says in verse 2, "O Lord my God, I cried out to you and you healed me." ആമേൻ. അടുത്ത വാക്യം, നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു. And the next verse, God has healed your sickness. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം നിലവിളിച്ചാൽ സൗഖ്യമാക്കുന്ന ദൈവമാണ്. And if you cry out to the Lord will heal you. സ്തോത്രം. കാരണം യേശു കർത്താവ് നമ്മുടെ രോഗങ്ങൾക്ക് ആമേൻ അവൻ എന്ത് ചെയ്തു? അവൻ ക്രൂശിന്മേൽ ആമേൻ വില കൊടുത്തവനാണ്. Our Lord has paid for our sickness on the cross. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 4-ാമത്തെ വാക്യം. Isaiah 53 verse 4. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ ചുമന്നു, വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. മതി. Verse 4. Isaiah 53 verse 4. Surely he has borne our griefs and carried our sorrows, yet we esteemed him stricken, smitten by God and afflicted. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ വേദനകളെ ചുമക്കുന്നവൻ, നമ്മുടെ രോഗങ്ങളെ ചുമക്കുന്നവൻ കർത്താവായിരിക്കയാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കും? How many of you are able to praise God that he has borne our sickness? സ്തോത്രം. ഈ ക്രൂശിന്മേൽ കയറിയതിന് ശേഷം പത്രോസ് ആമേൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആമേൻ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലാണ്. In 1 Peter chapter 2 we see 24 in 2 verse 24. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് ആ ആ ആ ആ അപ്പം ഇവിടെ രോഗസൗഖ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പാപസൗഖ്യം കൂടെയാണ്. And as we see in this verse, the healing of your sickness is also the healing or the forgiveness of your sins. 53-ന്റെ 4-ൽ പറഞ്ഞു അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. And we read that by his stripes we have been healed. ഇത് എഴുതുമ്പോ കർത്താവ് മരിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപാണ് എഴുതുന്നത്. And this is written about 700 years before the birth of Christ. എന്നാൽ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പത്രോസ് എഴുതി വെച്ചിരിക്കുക, നാം പാപം സംബന്ധിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. And we read this verse after the death and the resurrection of Jesus Christ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. And by his stripes we have been healed. സ്തോത്രം. അങ്ങനെയെങ്കിൽ രോഗം എന്തായിട്ടാ പത്രോസ് പറഞ്ഞേക്കുന്നത്? പാപമായിട്ടാ പറഞ്ഞേക്കുന്നത്. And according to Peter, what he says is your sickness may be due to your sins. പാപങ്ങൾ മോചിക്കപ്പെട്ടാൽ രോഗങ്ങളും എന്ത് ചെയ്യും? മോചിക്കപ്പെടും. And if your sins have been forgiven, you will find healing. അപ്പോൾ നമുക്ക് വരുന്ന ചുമയും പനിയൊക്കെ എന്തുവാ എന്നൊരു ചോദ്യം വരും. And we might have a question, what is the normal sickness and fever that we hear? സ്തോത്രം. നമുക്ക് ചുമയുണ്ട്, പനിയുണ്ട്, നടുവേദനയുണ്ട്, ആമേൻ, ദേഹവേദനയുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുവാ? ഇതാണോ ഇത് റിലേറ്റഡ് ആണോ എന്നൊരു ചോദ്യം വരും. And we think to ourselves that your cough and your sickness, is it related to this verse? നമ്മുടെ ഭൗമ ശരീരം ഇതുവരെ തേജസ്കരിക്കപ്പെടാത്തതുകൊണ്ട് പാപഭംഗിലമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. And it is due to our earthly bodies not being transformed that we live in a sinful world. ഈ തേജസ്കരണം തടയപ്പെടുന്ന ഒരു ശക്തി ആമേൻ ഇന്ന് ലോകത്തിൽ പ്രബലമാണ്. And there is a power in this world that goes into the transformation that blocks it. നമ്മുടെ തേജസ്കരണം എന്ന് പറയുന്നത് അത് വെളിപ്പെടാൻ നേരമായെന്നാണ് റോമാലേഖനം പറയുന്നത്. And as we read in Romans, there's a time for the transformation of your body. 8-ാം അധ്യായം പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണണം. And as we read in the scripture, there is a time for it, and we should discount our sickness and our health issues. അപ്പോൾ തേജസ്കരണം പ്രാപിക്കുന്നവർക്ക് പനി ഉണ്ടാകുമെന്നല്ലേ അതിനർത്ഥം? കഷ്ടത ഉണ്ടാകുന്നല്ലേ അതിനർത്ഥം? It means that in our earthly bodies we will still have sickness. ചുമ ഉണ്ടാകുമെന്നല്ലേ അതിനർത്ഥം? It means that we'll still have all these troubles. കോവിഡ് വരും. COVID might come. സ്തോത്രം. ആമേൻ. പല പ്രശ്നങ്ങളും ഉണ്ടാവും.
And you may face many issues. ഇതിനെയൊക്കെ സാരമില്ല എന്ന് കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ആരംഭിക്കണം. Let us count them all these things as nothing. It is nothing in front of God. എവിടാ കൗണ്ട് ചെയ്യണ്ടേ? Where should we count? എവിടാ കൗണ്ട് ചെയ്യണ്ടേ? Where should we do that? കൗണ്ട് ചെയ്യുന്നത് എവിടാ? ഒരു കീബോർഡ് എടുത്ത് വെച്ചിട്ട് അതിന്റെ ഈ കീസ് കൗണ്ട് ചെയ്താൽ 1 2 3 സാരമില്ല എന്ന് എണ്ണാൻ പറ്റുമോ? കൗണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ. We should count all of these as nothing. കൗണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ. We should count there. കൗണ്ട് ചെയ്യണം എന്ന് പറയുന്നത് നിർബന്ധമാണ്. It is mandatory that we should count these. എവിടെ കൗണ്ട് ചെയ്യും? How should we do that? Any idea? Any idea? എവിടെ? Where we count? ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ അത് ഫിസിക്കലി നമ്മൾ ചെല്ലുക. When we go to the doctor, we are going there physically. നേഴ്സുമാർ കുറേ പേര് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് എല്ലാം എന്ത് വരും? രോഗികൾ വരും. അത് ഫിസിക്കലിയാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത് അല്ലേ? Yeah, the sick go to the doctor or the nurse. We are going physically. പക്ഷേ സാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിടുവോ അവിടുന്ന്? Will you count yourselves as healed and will you leave? നമ്മൾ ഈയിടെ ഈ കാനഡ ഹെൽത്ത് കെയറിനെ ട്രോളുന്ന കുറേ വീഡിയോസ് കണ്ടു. We have seen many videos recently trolling the health department in Canada. ഡോക്ടറെ അടുത്ത് അറ്റാക്ക് ആയിട്ട് ചെന്നെന്ന് പറഞ്ഞാൽ പറയും ഇറ്റ്സ് ഓക്കെ നെവർ മൈൻഡ് എന്ന് പറയും. If you have a heart attack and if you go, still breathing. Still breathing. yeah, the doctors say, oh, you're still breathing, you're fine. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഡോക്ടർമാർ നമ്മുടെ ഈ റോമാലേഖനം 8-ാം അധ്യായം അവർ കൂടുതൽ വായിച്ചെന്ന് തോന്നുന്നു. I think the doctors read Romans chapter 8. അവർ പറയുകയാണ് സാരമില്ല. They say it's okay. Still you are breathing. You're still breathing. Amen. Still your blood is flowing. Still your blood is flowing. Your BP is just 450. They say your BP is still low. Low, higher. It's high. Your sugar, your diabetes is still 450. It's still 450. It's nothing. ഇവിടുത്തെ ഡോക്ടർമാർക്കുള്ള പ്രത്യാശ ഇപ്പം ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സ്റ്റിൽ ബ്രീതിങ്. സ്റ്റിൽ ബ്രീതിങ്. ഒരു പ്രതീക്ഷയുണ്ട്. സ്റ്റിൽ ബ്രീതിങ്. They say that you're still breathing. You're fine. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളെ എഡ്മണ്ടണിലായിരുന്ന സമയത്ത് പ്രീതിയുടെ പപ്പായം കൊണ്ട് ഞങ്ങൾ ER പോയി ചങ്കുവേദന എടുത്തിട്ട്. I still remember the time when we were in Edmonton. We took Preeti Chechi's papa to the hospital. അവർ ചെന്ന ഉടനെ അവര് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അവര് ECG ചെക്ക് ചെയ്തു, ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കിയിട്ട് വെയിറ്റിംഗ് റൂമിലോട്ട് ഇരുന്നോളാൻ പറഞ്ഞു. And they did all the primary tests and they told him to wait in the waiting room. പപ്പ ശരിക്കും വേദന എടുക്കുന്നുണ്ട്. And at that time he was facing some difficulties. 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി, 4 മണിക്കൂറായി, 5 മണിക്കൂറായി. They waited for many hours and they were still waiting. അതേ ഹോസ്പിറ്റലിൽ പ്രീതി ജോലി ചെയ്യുന്നുണ്ട്. And Preeti Chechi is still working at the same hospital. സ്തോത്രം. അവർ പറഞ്ഞു ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. And they said, oh, we are still monitoring. ഞങ്ങൾ രോഗിയെ നോക്കുന്നുണ്ട് ക്യാമറയിൽ കൂടെ. And we are seeing the patient from the camera. സ്തോത്രം. പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. And we feel like, oh, he's okay. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ആ സമയത്ത് അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. Oh, and when they checked the Apacha, he had a heart attack within 24 hours. അതാ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം. That is the healthcare system here. സ്തോത്രം. പക്ഷെ നമ്മൾ അങ്ങനെയാണോ കൗണ്ട് ചെയ്യുന്നത്? But are we counting in such a way? സ്തോത്രം. കാരണം അടിപ്പിണരുകളാൽ സൗഖ്യം തന്നത് ആരാ? കർത്താവാ. ഒന്നുകൂടെ പറഞ്ഞേ. അടിപ്പിണരാൽ സൗഖ്യം തന്നത് കർത്താവാണെന്ന് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ. Let us say to each other that we are healed by the stripes of God. ആമേൻ. അടുത്തിരിക്കുന്നവർ ഉറക്കെ പറ, അടിപ്പിണരാൽ സൗഖ്യം തന്നത് കർത്താവാ. That God is the one who healed us through his stripes. സ്തോത്രം. അന്നേരം ആമേൻ, ഈ കർത്താവിന്റെ നാമത്തിലാ നാം പറയുന്നത് സാരമില്ലെന്ന് പറയുന്നത്. And in the name of God we say, oh, this is nothing. ഇന്ന് തൊട്ട് പ്രതികൂലങ്ങളെ നോക്കിയിട്ട് സാരമില്ലെന്ന് പറയാൻ പറ്റുമോ? Can we look at our problems today and say, oh, this is nothing? പ്രശ്നങ്ങളെ നോക്കിയിട്ട് സാരമില്ലെന്ന് പറയാൻ പറ്റുമോ? Can you say likewise when you look at your problems? ആമേൻ. ഈ കൗണ്ട് ചെയ്യുന്നത് ഫിസിക്കലി അല്ലെന്ന് ഓർത്തോണം. We are not counting these things physically. ഇത് മെന്റലി അല്ലെങ്കിൽ സ്പിരിച്വലിയാണ് ഇത് കൗണ്ട് ചെയ്യുന്നത്. We are counting them mentally or spiritually. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. We are counting them
in hopes of our eternity. സ്തോത്രം. ഈ വിചാരങ്ങളുടെ മേൽ നിഴലിടാൻ പിശാചിന് കഴിയും. And devil might bring shadows of doubt onto this. എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന വിചാരത്തിന്റെ മേൽ നിഴലിടുവാൻ പിശാചിന് കഴിയും. He will put the shadows on top of your hopes. ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് കാണിച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് ഞാൻ വരാം. I will show you an example from the Old Testament and return back to the New Testament. 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 1 Samuel chapter 18, അതിന്റെ 8-ാമത്തെ വാക്യം. verse number 8. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവൻ അനിഷ്ടമായി. ആ ആ ആ അന്നു മുതൽ ശൗലിന് ദാവീദിനോട് സ്തോത്രം. സത്യത്തിൽ എന്തെങ്കിലും ദാവീദ് ശൗലിന് നേരെ ചെയ്തോ? Did David do anything physically towards Saul? അല്ല, അതൊക്കെ പിന്നെ നടന്ന സംഭവമാണ്. ഈ സമയത്ത് വീണവായന ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാ. സ്തോത്രം. ഈ സമയത്ത് ഏതെങ്കിലും എതിർപ്പ് ദാവീദിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ഉണ്ടായോ? Did we see David rebelling in any kind of way? ഏതെങ്കിലും രീതിയിൽ ശൗല് ചെയ്യുന്ന കാര്യങ്ങളോട് ആമേൻ എതിർപ്പ് പ്രകടിപ്പിച്ചോ ഈ ദാവീദ്? Did David display any kind of displeasure at that time? രാജ്യത്തിന് ഗുണമല്ലേ ചെയ്തുള്ളൂ? He only did what was good for the country. രാജ്യത്തെ നശിപ്പിക്കുവാൻ വന്ന ഗോലിയാത്ത് എന്ന ഒരു മല്ലനെ ആമേൻ തന്റെ ആമേൻ കയ്യിലിരുന്ന കല്ല് വെച്ച് ഒറ്റ ഏറിന് വീഴ്ത്തി. And he was able to down Goliath with a stone that he had. ഇവൻ വീഴുന്നത് വരെ ഇസ്രായേൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവനെ വീഴ്ത്തുവാൻ ലോകത്താർക്കും പറ്റത്തില്ലെന്നാ. And it is still that moment the Israelites thought no one could defeat him. ശൗലിന് പോലും ഇവനെ അറ്റാക്ക് ചെയ്യുവാനോ ഇവനെ തോൽപ്പിക്കുവാനോ കഴിയാത്ത രീതിയിൽ ഇവൻ വളരെയേറെ മല്ലനായിരുന്നു, അല്ലെങ്കിൽ വലിപ്പമുള്ളവനായിരുന്നു. We see Goliath that he was such a giant that even Saul thought, oh, it is impossible to defeat him. നമ്മൾ ഡേവിഡ് മൂവിയൊക്കെ കാണാൻ പോയപ്പോഴത്തേക്കിനും മല്ലനായ ഗോലിയാത്തിനെയൊക്കെ എക്സാജറേറ്റ് ചെയ്ത് ഒരു വലിയ സംഭവമാക്കി അതിനെ നിർത്തിയേക്കുന്നത്. You remember when we went to see the movie of David? കുഞ്ഞുങ്ങൾക്കുള്ള മൂവി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഗോലിയാത്തിന്റെ ഒക്കെ വലിപ്പം എന്തോ വലിപ്പമാ. And as you saw that Goliath was so big in that movie. ആമേൻ. അതിന്റെ മുമ്പിൽ ദാവീദ് ഒരു അശ്വ, ഒരു ചെറിയ ഒരു പയ്യനാ. And we see that David was so small, tiny in front of them. അങ്ങനെയുള്ള ആ അവസ്ഥയിൽ ആമേൻ ദാവീദിന് ഒറ്റ ഇതേ ഉള്ളൂ, അവന്റെ ഉള്ളു പിടയാൻ തുടങ്ങി ഇവന്റെ വാക്ക് കേട്ടപ്പോൾ. And we see that his inside him he felt a lot of uncertainty when he heard those words. ഗോലിയാത്ത് നിന്ദിക്കുന്നത് ആരെയാ? ജീവനുള്ള ദൈവത്തെയാ. And Goliath was demeaning the word of the name of the Lord. ഉള്ളിൽ കൃപയുള്ള ഒരൊറ്റ വ്യക്തിക്കും ദൈവത്തെ നിന്ദിക്കുന്നത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല. And when you have the spirit of the Lord inside, you cannot stand there and hear those words. ഉടനെ ആമേൻ ശൗല് ചിന്തിക്കുന്നത് തനിക്കോ തന്റെ ആയുധങ്ങൾക്കോ തന്റെ പടയാളികൾക്കോ ഇവനെ ജയിക്കാൻ പറ്റുമോ എന്നാ ചിന്തിക്കുന്നത്. And Saul is thinking, oh, can my army or my weapons defeat him? പക്ഷേ ദാവീദ് ദൈവത്തിന്റെ നാമം എടുക്കുകയാണ്. But we see David is taking the name of the Lord. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ നാമത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. And let me remind you today, there is nothing impossible with the name of ദൈവത്തിന്റെ the Lord. നാമം ബലമുള്ള ഗോപുരമാണ്. And the name of the Lord is a strong tower. നീതിമാന്മാർ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്നാ പറയുന്നത്. And the righteous shall run into it. ഇന്ന് പകലിൽ ആ നാമത്തിൽ വിടുതലുണ്ട്. And there is healing in that name. ആ നാമത്തിൽ സൗഖ്യമുണ്ട്. There is a healing in ആ that name. നാമത്തിൽ എല്ലാ പ്രതികൂലങ്ങളും തകർന്നു വീഴുവാനിടയായി തീരും. And all your troubles will fall in front of ഇന്ന് that പകലിൽ name. ആ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. praise God for those who believe in that name. സ്തോത്രം. ഇത്രേ ദാവീദ് ചെയ്തുള്ളൂ. And David did only these things. ഇത്രയും ചെയ്തപ്പം ആമേൻ ശൗല് ആമേൻ പറഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും ആമേൻ വേറൊരു ട്രാൻസ്ലേഷനിൽ അവൻ ഹൃദയത്തിൽ വിചാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. And as we read here in some translation it said that he said, but in some translation it said he thought about these things. ശൗലിന്റെ കോപം ആദ്യം കോപിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ? Does anyone else know about when he gets angry? ദാവീദ് 10,000 കൊന്നു, ശൗൽ 1000 കൊന്നു എന്നുള്ള പാട്ട് കേൾക്കട്ടപ്പോഴത്തേക്കിന് ഇവന്റെ ഉള്ളിൽ എന്ത് തുടങ്ങി? കോപം തുടങ്ങി. And when he heard the song about how David killed more than him, he started building an anger in his heart. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്നൊരു പദമല്ലേ ഞാൻ പറഞ്ഞേക്കുന്നേ.
അപ്പം വിചാരം ആർക്കെതിരെയായി? അപ്പൊ വിചാരത്തിലായി പ്രശ്നം വന്നേക്കുന്നത് കേട്ടോ. And the problem has come in his thinking. അസോൾട്ട് ഫിസിക്കലി നടന്നില്ല, വിചാരത്തിൽ ഈ പ്രശ്നം കയറി. And the trouble starts in his thinking. സ്തോത്രം. ഈ വാക്ക് അവൻ അനിഷ്ടമായി തോന്നി. And these words displeased him. നമ്മളെ 18:8 ഇംഗ്ലീഷിലിട്ടെ. ഫസ്റ്റ് സാമുവൽ 18:8. They have Saul was very worth and the saying displeased him. അനിഷ്ടമായി തോന്നി എന്നുള്ള വാക്കിന് ഇവിടെ കൊടുത്തിരിക്കുന്ന പദം കണ്ടോ? ഡിസ്പ്ലീസ്ഡ് ഹിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീദിന്റെ ഈ ദാവീദിന്റെ ഈ പ്രവൃത്തി അവനെ പ്ലീസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖിച്ചില്ല. അതാ കറക്റ്റ് വാക്ക്. ഒരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. He felt uneasy or he felt displeased. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് ഇനി വാക്കുകൾ പറയാ. ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1,000. സ്തോത്രം. And he heard they have ascribed to David 10,000 and to me they have ascribed only thousands. ഇത് ആ പാവം പിടിച്ച സഹോദരിമാരുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സാധാരണപ്പെട്ട ഒരു കാര്യമോ അല്ലേ? Yeah, and it's a normal thing or a simple thing that the people said about them. കാരണം സഹോദരിമാർ വിചാരിച്ചപ്പോഴത്തേക്കിന് എത്ര നാളായി ഈ ഗോലിയാത്ത് കിടന്ന് വെല്ലുവിളിക്കുക. And according to the sisters, they thought it's been a long time since Goliath was challenging them. പവർ ശൗലിന്റെ കയ്യിലുണ്ട്. And Saul had the power at that time. രാജാവിന്റെ പടയാളികളുണ്ട്. The Saul had his army with him. ശൗലിന്റെ വസ്ത്രം പോലും ദാവീദിന് ഇടാൻ കഴിയാത്ത രീതിയിൽ അവന്റെ പടച്ചട്ട പോലും അത്ര സ്ട്രോങ് ആണ്. And Saul's armor was bigger than the size of David. എന്നിട്ട് പോലും ദാവീദിനെ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയാത്ത സ്ഥാനത്താണ് ഈ ദാവീദ് കയറി വരുന്നത്. And even when Saul found it difficult, that's when David came and did that. സ്തോത്രം. അങ്ങനെ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവര് പാടി ദാവീദ് 10,000 കൊന്നു, ശൗൽ 1,000 കൊന്നു. And it is due to that they sang David slayed 10,000s. ഞാൻ ചോദിക്കട്ടെ, ശൗലിനോടുള്ള പിണക്കത്തിലാണോ ഈ സഹോദരിമാർ ഇത് പാടിയേ? Do you think that it is because they were not happy that they sang this? ഒരിക്കലും ശൗല് ഒരു മോശക്കാരനായിട്ടല്ല സഹോദരിമാർ ഈ പാട്ട് പാടിയത്. And it's not to show Saul in a bad way that they sang in this manner. അവരുടെ ഉള്ളിലെ ഒരു വിചാരം പുറത്തേക്ക് വന്നെന്നുള്ളതേ ഉള്ളൂ. And it's the thought that came out. അപ്പോഴത്തേക്കിന് ഈ പുള്ളി അടുത്ത വിചാരിക്കുക, ഇനി ഇവന് രാജ്യത്വമല്ലാതെ എന്താ കിട്ടാനുള്ളത്. And at this point Saul is thinking to himself, apart from the kingdom what is left for അതും him? ചിന്തയാ. അതും എവിടെ വന്നതാ? അതും വിചാരത്തിൽ വന്നതാ. And this too came in his thinking. സ്തോത്രം. അപ്പം ഇത്രയും സംഭവങ്ങൾ ശൗലിന്റെ ഉള്ളിൽ കയറിയപ്പോഴേ അവിടെ ആര് പ്രവേശിച്ചു? ദുരാത്മാവ് പ്രവേശിച്ചു. And we find the evil spirit started working in him when he thought about all these things. ദുരാത്മാവ് പ്രവേശിച്ചാൽ അതിനർത്ഥം അവൻ രോഗിയായി തീർന്നതിനർത്ഥം. And it means that he has already fallen to sickness. അവന്റെ ചിന്തകൾ അവനെ രോഗിയാക്കി തീർത്തു. And his thoughts have made him a sick man. അവന്റെ ചിന്തകൾ അവനെ പാപിയാക്കി തീർത്തു. And his thinking has made him a sinful man. ആ പാപത്തിന്റെ ഫലമായിട്ടാണ് പിന്നീട് ഇവനെ നേരെ ദാവീദിന് നേരെ ശൗല് ഹണ്ടിങ്ങിന് പോകുന്ന കാഴ്ച നമുക്ക് കാണുന്നത്. And it is due to this we find when we read on, we see that Saul and his party going to hunt him. അപ്പോൾ നമ്മുടെ വാക്യം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കേണ്ടതിന് പകരം ഇവിടെ എന്ത് വിചാരിച്ചു? എനിക്ക് നേരെ, എനിക്ക് മാത്രം, എന്നോട് മാത്രമുള്ള എന്താ പോരാണ് ഈ പോരെന്ന് വിചാരിച്ച് പാപം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. And he started taking things personally and he turned that situation into a sinful nature. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിചാരങ്ങളിൽ പാപം പ്രവേശിച്ച് നമ്മെ രോഗിയാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. And there is no doubt that if we think likewise, a sinful nature will enter into നമ്മുടെ our lives. വിചാരങ്ങളെ ദൈവത്തിന് അനുകൂലമായി ചിന്തിക്കുക. And our thoughts should be based on the word of God. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിൽക്കുന്നത് യുദ്ധക്കളത്തിലാണ്. And as I reminded you, we are standing in a battlefield. നമ്മൾ പോർക്കളത്തിലാണ് നിൽക്കുന്നത്. And when we stand, let us be reminded we are still in നമ്മുടെ the battlefield. യുദ്ധത്തിന്റെ പേരെന്താണ്? What is the name of the battle? എന്താ പേര്? സ്പിരിച്വൽ വാർഫെയർ എന്നാണ് നമ്മൾ പറയുന്നത്. We say it's a spiritual warfare. ആത്മീയ യുദ്ധം എന്നാണ് നമ്മൾ പറയുന്നത്. We say it's a spiritual warfare. സ്തോത്രം.
അപ്പൊ നമ്മുടെ കയ്യിൽ ഫിസിക്കൽ വെപ്പൺസ് ഒന്നുമില്ല. We don't have any physical weapons. നമ്മുടെ കയ്യിൽ കുന്തവോ തോക്കോ ആമേൻ ഭീരങ്കിയോ ഒന്നുമില്ല. We don't have a spear or a gun or a cannon, anything. അപ്പൊ പിന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? What do we have but? സ്തോത്രം. നമ്മൾ എന്തുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്? What do you expect us to fight with? ആമേൻ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. That is an important thing to think. പുതിയ നിയമത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let us return to the New Testament. ആമേൻ. 2 Corinthians chapter 10 verse 4 നിങ്ങളൊന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ 4 വാക്യം. ആ നോക്കിക്കേ. അപ്പൊ പോരാട്ടം ഉണ്ടെന്നുള്ളത് ഉറപ്പായല്ലോ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. ആ മതി. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ഫോർ ദ അത് ഏത് വേർഷനാ മോനെ? NIV ആ. ഓക്കെ, ഇത് ഏതാ? KJV ആണോ? ആ ഓക്കെ. ഫോർ ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ ആർ നോട്ട് കാർണൽ എന്നൊരു വാക്ക് എഴുതിയേക്കുന്നത്. സ്തോത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡപ്രകാരമുള്ളൊരു ആയുധമല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്. And it is not any worldly weapons which we have in our hand. സ്പിരിച്വൽ വാർഫെയറിൽ കയറി കഴിഞ്ഞാൽ ആമേൻ ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരണം. And when we are in a spiritual warfare, the thoughts of God should be in your heart. കാരണം റോമാലേഖനം പറഞ്ഞ ആ വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. And we should think about the resurrection and the holiness, and we should fight. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴത്തേക്കിന് ഈ വിചാരത്തിന്റെ മുകളിലോട്ട് വേറെ വിചാരം കയറും. And other thoughts might come and cover our heavenly thoughts. കർത്താവ് ഏദൻ തോട്ടത്തിൽ ഒരു നല്ല വിചാരം കൊടുത്തു. ആമേൻ. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവരുടെ ഉള്ളിൽ ഇൻജെക്ട് ചെയ്തു കർത്താവ്. And God gave Adam and Eve the thought, the ultimate thought that they should remain in a holy life. നിമിഷ നേരം കൊണ്ട് അടുത്ത ആൾ വന്നിട്ട് ചോദിക്കുക, ദൈവം വാസ്തവമായി അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? And when we read, we see someone coming and saying, did God really ask you to do in such a way? അപ്പൊ വിചാരത്തിന്റെ മേൽ വിചാരം കൊണ്ടിടുന്ന അന്ധകാര മണ്ഡലം. And we see the evil spirit coming and putting new അപ്പൊ thoughts. നിങ്ങളോട് ഞാൻ പറയട്ടെ, യുദ്ധം നടക്കുന്നത് വിചാരവും തമ്മിലാണോ? And let me ask you, if is it that different thoughts that fight between each other? നമ്മൾ തേജസ്സും വിചാരിച്ചുകൊണ്ട് നടക്കുക. We think about the heavenly thoughts. ഗ്ലോറിയും വിചാരിച്ചുകൊണ്ട് നടക്കുക. We are thinking about glory. ആ ഗ്ലോറി വഹിച്ചുകൊണ്ട് നടക്കുക. We are carrying the glory. ആ ഗ്ലോറി എന്ന വിചാരത്തിന്റെ മുകളിലോട്ട് പിശാച് ഡാർക്ക്നെസ് എന്ന വിചാരം കൊണ്ടിടുകയാ. And the devil is putting dark thoughts over that. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. I'm praising God for those who can understand between ആമേൻ. these. നാം വിചാരിക്കേണ്ടതിന് മേൽ പിശാച് മറ്റൊരു വിചാരം കൊണ്ടിടുന്നു. And we find devil coming and putting different thoughts. കർത്താവിനെ കുറിച്ച് ചിന്തിക്കേണ്ടതിന് പകരം മറ്റുള്ള ചിന്തകൾ നമ്മുടെ മേൽ കൊണ്ടിടുന്നു. And instead of thinking about Christ, he puts different dark thoughts. സ്തോത്രം. ഈ വിചാരങ്ങളെ കുറിച്ച് ഒത്തിരി വാക്കുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. തിരുവചന ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് We സാധിക്കുന്നുണ്ട്. find it in different parts of the Bible relating to these thoughts. ഒരിടത്ത് പറയുന്നുണ്ട്, ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. And in one place it's written, let us not be worried about അതൊരു anything. കമാൻഡായിട്ടാണ് എനിക്ക് മനസ്സിലായത്. I understand it as a command for us. മോഷ്ടിക്കരുത്, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കമാൻഡായിട്ട് പറയുന്നത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. And as it said that you should not murder, you should not steal, there is a command that you should not be worried about anything. കഴിഞ്ഞ ദിവസം പാപത്തിന്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആമേൻ. അരുതെന്ന് പറയുന്നത് ചെയ്യുന്നതും ചെയ്യണമെന്ന് പറയുന്നത് ചെയ്യാതിരിക്കുന്നതുമാണ് പാപം. And as I mentioned earlier, what is sin? It is doing the things which are not required for you to do, and not doing the things which God has asked you മോഷണം എന്ന് to do. പറയുന്നതും കൊലപാതകം എന്ന് പറയുന്നതും വ്യഭിചാരം എന്ന് പറയുന്നതും ആമേൻ പാപമാണോ പാപത്തിന്റെ ഫലമാണോ? പാപത്തിന്റെ ഫലമാ. പാപം എന്ന് പറയുന്നത് വിചാരമാ. And all these things are the result of sin. സ്തോത്രം. ഈ മോഷണം എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ച് കിട്ടുന്നത് ഫൈനൽ റിസൾട്ട് അല്ലേ? കൊലയെന്ന് പറയുന്നത് ഫൈനൽ അല്ലേ? എന്തൊക്കെയോ വിചാരിച്ച് കൂട്ടിയിട്ടല്ലേ മോഷ്ടിക്കാൻ പോയത്? എന്തൊക്കെയോ വിചാരിച്ച് കൂട്ടിയിട്ടല്ലേ കൊലപാതകം ചെയ്യാൻ പോയത്? എന്തൊക്കെയോ വിചാരിച്ച് കൂട്ടിയിട്ടല്ലേ വ്യഭിചാരം ചെയ്യാൻ പോയത്? അപ്പം
ഈ വ്യഭിചാരത്തിനും മോഷണത്തിനും കൊലപാതകത്തിനും മുമ്പ് നടന്നത് എവിടെയാ? വിചാരത്തിലല്ല നടന്നത്. And we find before all the sin, the thought is what came to you first. സ്തോത്രം. അപ്പൊ ഈ വിചാരത്തിന്റെ വിചാരം കൊണ്ടു നടക്കേണ്ട വിചാരം എന്തുവാ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്ന വിചാരത്തിന്റെ മുകളിലോട്ട് മറ്റൊരു വിചാരത്തെ കൊണ്ടിട്ടിട്ട് ആ വിചാരത്തിന് അനുകൂലമായി സംസാരിക്കുക. And we see that the dark thoughts and coming and replacing the heavenly thoughts. ഈ പൗലോസ് തന്നെ ഈ ഭാഗത്ത് 9-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത് എന്നൊരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ച 9-ാമത്തെ വാക്യം. സ്തോത്രം. ഞാൻ ഈ പറയുന്നത് ഇച്ചിരി കട്ടിയാണെന്ന് എനിക്കറിയാം. സ്തോത്രം. പേടിപ്പിക്കുന്നു എന്നൊരു തോന്നല് നിങ്ങൾക്കുണ്ടാകല്ലേ. സ്തോത്രം. പക്ഷേ പറയാതിരിക്കാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. സ്തോത്രം. പറഞ്ഞു വായിച്ചു. 9 verse 9. That I may not seem as if I would terrify you by this letter, by this. എനിക്ക് തോന്നുന്നു പൗലോസിന് ഒരു ഫീലിംഗ് ഉണ്ടായി. ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് കേട്ടപ്പോഴത്തേന് ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഭയപ്പം. ഈ മോഷണമല്ല പാപം, കൊലപാതകമല്ല പാപം, വ്യഭിചാരമല്ല പാപം എന്ന് പറയുമ്പോൾ തന്നെ ഭയം ആദ്യം കയറി അല്ലേ? It is not all these things, but the fear which has already entered. തെറ്റിദ്ധാരണ കയറി. അയ്യോ അത് പാപമല്ലേ? And there is a misunderstanding about that. പാപത്തിന്റെ ഫലമാ. That is the result of your sin. ആമേൻ. പക്ഷേ ഇത് എവിടാ തുടങ്ങിയത്? ഈ വിചാരത്തിലാ തുടങ്ങിയത്. And it started in the thinking. സ്തോത്രം. എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു? തേജസ്, വെളിപ്പെടുവാനുള്ള തേജസിന്റെ വിചാരം മാറ്റി വെച്ചിട്ട് ദൈവത്തിന് വിരോധമായി ഉയരുന്ന വിചാരങ്ങളെ അതിനെ കയറ്റി. And the thoughts of glory have been moved aside, and the evil thoughts have been entered into the heart. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ഈ മോഷണം, കൊലപാതകം, വ്യഭിചാരം എന്നൊക്കെ പറയുന്നത് ജഡികങ്ങളായിട്ടുള്ള റിസൾട്ടുകളാണ്. And all these things which I mentioned, it is the result of the sin. പക്ഷേ പോരാട്ടം തുടങ്ങിയത് എവിടെയാ? സ്പിരിറ്റിലാണ് തുടങ്ങിയത്. And the challenge has started in the spirit. അപ്പോൾ സ്പിരിറ്റിനകത്ത് പോരാട്ടം തുടങ്ങിയെങ്കിൽ സ്പിരിറ്റിനകത്ത് തന്നെ എന്താരംഭിക്കണം? യുദ്ധം ആരംഭിച്ചതിനെ ജയിക്കണം. And if the evil thoughts have started in the spirit, you should fight it. നമ്മുടെ ചിന്തയിൽ വരുന്ന പല വിചാരങ്ങളെയും നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ട് കഴിയുമ്പോഴത്തേന് അത് ഫിസിക്കലായിട്ട് മാറും. And when it comes from your thought, it starts to act physically. ഇതിനകത്ത് ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ യുദ്ധം ചെയ്ത് ഇതിനെ തോൽപ്പിക്കണം. And you should do the spiritual warfare and defeat it in the thoughts itself. അതിനാ ദൈവകൃപ നമുക്ക് വേണം എന്ന് പറയുന്നത്. And that is why it's mentioned that you should have the spirit of ദൈവത്തിന്റെ God. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണം എന്ന് പറയുന്നത്. And that's why it said the Holy Spirit should lead you. അതുകൊണ്ടാ പരിശുദ്ധാത്മാവിന്റെ നിയോഗം നമുക്ക് വേണമെന്ന് പറയുന്നത്. And that's why it said the Holy Spirit should lead you. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പറയുന്നത്. That's why God says put all the troubles on God. കർത്താവ് പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചാൽ ഒരു മുഴം കൂട്ടുവാനോ ഒരു മുഴം കുറയ്ക്കുവാനോ സാധിക്കത്തില്ല എന്ന് പറഞ്ഞത്. And that you cannot increase or decrease it. ആമേൻ. സ്തോത്രം. ഇനിയും ഈ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, പക്ഷെ ആയുധങ്ങൾക്കുള്ള പ്രത്യേകത കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണ്. And it is powerful enough to destroy the forts. എന്തിനാ? ഇപ്പോഴത്തെ കാലത്ത് കോട്ടയൊന്നും കാണാൻ പറ്റത്തില്ല. ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാണാം? കോട്ട കാണാം. പഴയ രാജ്യ ഭരണകാലത്ത് കാണുന്നതാണ് ഈ കോട്ടകൾ എന്ന് പറയുന്നത്. We can see fortresses from olden times. 84 സ്തോത്രം. ഈ കോട്ടകൾ ശത്രുവിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്നത് ആ കോട്ടകൾ എന്ന് പറയുന്നത്. And fortresses were built to find protection from enemies. സ്തോത്രം. ഈ യെരമ്യാവിന്റെ കരച്ചിലിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോട്ടയുടെ വാതിലുകൾ എന്ത് ചെയ്തു? തീ കത്തിക്കിടക്കുന്നു എന്നുള്ളതായിരുന്നു. And when we read, we find Jeremiah was crying because the doors of the fortress were burned. ദാസന്മാരായ ഞങ്ങൾ നെഹമ്യാവ് അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയുമെന്ന് പറഞ്ഞു. And as it said that we will rise up and build it again. സൻബല്ലത്തും തോബിയാവും വന്നിട്ട് പറഞ്ഞു ഞങ്ങളും കൂടെ സഹകരിക്കാന്നൊക്കെ പറഞ്ഞു. And Sanballat and Tobias, they said, well, we will help you. പക്ഷേ സഹകരിക്കാമെന്ന് പറഞ്ഞവരുടെ ഇന്റൻഷൻ വേറെ ആയതുകൊണ്ട് നെഹമ്യാവ് അത് ആത്മാവിൽ കണ്ടിട്ട് പറഞ്ഞു തൽക്കാലം നിങ്ങളുടെ സഹായം വേണ്ട, ഞങ്ങൾ പണിതോളാം. And Nehemiah saw in the spirit and told them, we do not require your help. ഇത് എവിടെ മനസ്സിലായെന്ന് അറിയാമോ? ഇത് ആത്മാവിലാ മനസ്സിലായത്. And he understood it with the spirit of God. നമ്മളെല്ലാവരും ആത്മാവിൽ സഞ്ചരിക്കുന്നവരാണ്. We should travel with the spirit of God. ആത്മാവിൽ ജീവിക്കുന്നവരാണ്. We are living with the spirit of God. ആത്മാവിൽ ജീവൻ വെച്ചവരാണ്.
we are living and we find strength in നമ്മുടെ the Spirit പ്രത്യേകത of God. എന്നാണെന്നറിയാമോ? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന് ജീവനുണ്ട്. And there is life in the strength, in the Spirit of God. ഇതിന് പുറത്തൂടെ വഴി കൂടെ പോകുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ട വ്യക്തി അല്ല എങ്കിൽ അതിനർത്ഥം അവന്റെ ആത്മാവിന് ജീവൻ വെച്ചിട്ടില്ലെന്നാ. And if a person you find walking outside and he's not born again, he എന്ന് doesn't വെച്ചാൽ have the Spirit of God. ചത്ത ആത്മാവുമായിട്ട് നടക്കുകയാ. He is walking with the dead spirit. ചത്ത ആത്മാവായിട്ട് നടക്കുന്നവൻ എവിടെ വാർഫെയർ? And how is there going to be a warfare in the dead അതുകൊണ്ട് spirit? രക്ഷിക്കപ്പെടാത്തവന് വാർഫെയർ ഇല്ല. And those who are not born again, they do not have a spiritual ചത്ത warfare. ആത്മാവുമായിട്ട് നടക്കുന്നവന് വാർഫെയർ ഇല്ല. The one who walks with the dead spirit doesn't have a warfare. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഉദാഹരണം പറഞ്ഞില്ലായിരുന്നോ? ഒരു വ്യക്തി വെള്ളത്തിൽ വീണ് നീന്താൻ അറിയാൻ മേലാത്ത ഒരു വ്യക്തി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ, And if a person who does not know if he falls into the water, ജീവനുള്ളപ്പം വരെ അവൻ എന്ത് ചെയ്യും? താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. and as long as he has life, he will start to drown. എപ്പോഴാണോ അവനിൽ നിന്ന് ജീവൻ പോകുന്ന ഈ സമയത്ത് ഇവൻ പൊങ്ങി വരും. And whenever he loses his life, he comes up. സ്തോത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു, ഇവനെ ഇനി വെള്ളത്തിൽ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. And when he has lost his life, the water cannot hold him. വെള്ളത്തിനും ഇവനെ വേണ്ട. Even the water does not ഇവൻ need him. വെള്ളത്തിന് മുകളിൽ വരും. And he'll come to the top. സ്തോത്രം. കാരണം അവന്റെ ജീവൻ അവനിൽ നിന്ന് പോയി. And his life has gone from him. സ്തോത്രം. എന്നാൽ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന് ജീവനുണ്ട്. And as spiritual people, we have the Spirit of God inside us. പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ആത്മാവിന് ജീവൻ വെച്ചത്. And it is due to the Holy Spirit that we have the Spirit of God inside കഴിഞ്ഞ ആഴ്ച us. നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ പോയില്ലേ? ഔട്ട്റീച്ചിന് പോയില്ലേ? Last week we went for the outreach with the children. ആരെങ്കിലും രക്ഷിക്കപ്പെടാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. And if anyone is starting to repent and be born again, the Spirit of the Lord will work ജീവൻ there. വെച്ച ആത്മാവുമായി നമ്മൾ സഞ്ചരിക്കുമ്പോൾ മരിച്ച ഒരു ആത്മാവുമായിട്ടാണ് നമ്മൾ കാണുന്നത് അവനെ. And us filled with the Spirit of God, we are approaching the dead അവിടെ ഒരു spirit. വാർഫെയർ നടക്കുകയാണ്. And there's a spiritual warfare happening മരിച്ച there. ആത്മാവ് നമ്മുടെ അടുത്തോട്ട് വരികയാണ്. And the dead people with the dead spirit are ജീവൻ approaching വെച്ചവർ us. നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക. And the ones with the spiritual gift, they are approaching them. അവനോട് പറയുകയാണ്, ആമേൻ ഹല്ലേലൂയ, യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിനക്ക് തേജസ്കരണത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. And we tell them that without Jesus you can't reach glory. ഇതിനു വേണ്ടി എക്സ്റ്റേണൽ റിച്വൽസ് ഒന്നുമില്ല. There are no rituals associated with പുറമേ this. നിനക്ക് ഒന്നും ചെയ്യാനില്ല. You do not need to do anything on the നമ്മൾ എന്താ പറയുന്നത്? outside. നിന്റെ ഹൃദയം യേശുവിന് കൊടുക്കണം. You just need to give your heart to Jesus. സ്തോത്രം. നിന്റെ ഹൃദയം യേശുവിന് കൊടുത്താൽ നീ രക്ഷിക്കപ്പെടും. That if you give your heart to Jesus, you will be saved. ഹൃദയത്തിൽ ആര് കയറും? പരിശുദ്ധാത്മാവ് കയറും. And the Holy Spirit will enter your heart. അവന്റെ ആത്മാവിന് ജീവൻ വെക്കും. And the life will come inside you. അങ്ങനെയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. Likewise, the people who have life inside are sitting here. അങ്ങനെയുള്ളവർക്കേ യുദ്ധമുള്ളൂ. And all the spiritual warfare are only for these people. അങ്ങനെ സ്പിരിറ്റിന് ജീവൻ വെച്ചവർക്കേ സ്പിരിച്വൽ വാർഫെയർ ഉള്ളൂ. Only the people who have spirit inside have a spiritual warfare. പാസ്റ്റർ എന്നത് പ്രസംഗിച്ചപ്പോഴത്തേന് ഒരു കാര്യം മനസ്സിലായി, ഇതിനകത്തൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം, അങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? Is anyone thinking, oh, if I did not have this, would I be facing a spiritual warfare? അപ്പോൾ റോമാലേഖനത്തിലെ വാക്യം നമുക്ക് വേണ്ടി അല്ലാതെ വരും. That means the verse is not for us. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന് പകരം നമ്മിൽ വെളിപ്പെടുവാനുള്ള നിത്യാഗ്നിയിലേക്ക് പോകുവാൻ നാം ഹൃദയത്തിൽ വിചാരിക്കുന്നുവെന്ന് നമുക്കവിടെ എഴുതേണ്ടി വരും. And it would be written there that you would be destined to hell. എനിക്കറിയാം നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാകാൻ പ്രയാസമുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. I know this is a little difficult to understand this topic. അപ്പോൾ ഇത് ചില കോട്ടകളെ ഇടിക്കും. And this will destroy some fortresses. സ്തോത്രം. ആ കോട്ടകളും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കോട്ടകളാണ്. And some of these fortresses we cannot see with our eyes. സ്തോത്രം. ഒരു കോട്ട ഒരു രാജ്യം പണിതാൽ അത് എത്രയും ദൂരെ നിന്ന് കാണാമോ അത്രയും ദൂരെ നിന്ന് കാണാം. And when they used to build these fortresses, you could see it from really long distances. സ്തോത്രം. കാരണം ശത്രുക്കൾ കടന്നു വന്നാൽ ആ കോട്ടയുടെ മുകളിൽ നോക്കിയാൽ അവരെ കാണണം. And it is because if any enemies were approaching, they could see them from afar. സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ള കോട്ടയ്ക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇടിക്കാൻ പോവുകയാണ്. And we are going to destroy such forts. സ്തോത്രം. ഇന്ന് പകലിൽ സ്പിരിച്വൽ വാർഫെയർ നടത്തുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you are ready for a spiritual warfare? ഒരു ആത്മീയ യുദ്ധം നടത്തുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you are ready for such a spiritual warfare? പാസ്റ്റർ, എനിക്ക് ഇനി എൻ്റെ ആയുസ് കൊണ്ട് ഇനി ഇത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? Are we thinking that, oh, we cannot do this? ആത്മീയ യുദ്ധത്തിന് പ്രായം പ്രശ്നമല്ല. Age does not matter for a spiritual ആത്മീയ warfare. യുദ്ധത്തിന് നിന്റെ പൈസ വേണ്ട.
A spiritual warfare does not need your ആത്മീയ money. യുദ്ധത്തിന് അവന്റെ പ്രതാപം വേണ്ട. It does not need your social status. ആത്മീയ യുദ്ധത്തിന് ഒരു ഹൃദയം തുറന്നു കൊടുത്താൽ മതി. You just need to open up your hearts ആ for that. ഹൃദയത്തിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ മതി. You just need to take a decision in your heart. എന്നിലൊരു തേജസ് വെളിപ്പെടണം. Glory should be revealed ആ in you. തേജസ് വെളിപ്പെടുന്നതിന് വിരുദ്ധമായി നിൽക്കുന്ന സകലതിനെയും ഞാൻ തോൽപ്പിക്കുമെന്നൊരു തീരുമാനം ഇന്ന് പകൽക്കാലം ഒന്ന് എടുക്കാൻ സാധിക്കുമോ? And can you take a decision today that I will destroy everything that stands against it? ആമേൻ. കോട്ടകൾ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളുമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. And we are traveling with very powerful weapons in the spiritual ഇനി warfare. വേഴ്സ് 5 എടുത്ത മോനെ. അവയാൽ ഞങ്ങൾ ഏതിനാൽ It says by these things, but what are these things? ഏതിനാലാ? ഈ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളാൽ അവയാൽ ഞങ്ങൾ. അടുത്തത് സങ്കല്പം. ഇതിനെക്കുറിച്ച് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ശൗലിന്റെ ഹൃദയത്തിൽ വന്ന ഒരു സങ്കല്പമാണ് ദാവീദ് രാജാവാകുന്നുള്ളത്. And in Saul's heart, a thinking came that he would be a king. സങ്കല്പമാണ് ദാവീദ് കേമനാകുമെന്നുള്ളത്. And he thought about how David would cover him and reach the top. സ്തോത്രം. സ്പിരിച്വൽ വാർഫെയറിൽ ഈ സങ്കല്പങ്ങളെ എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. And in a spiritual warfare, we should suppress or destroy such thoughts. സ്തോത്രം. നമുക്ക് ഫിസിക്കലിയാ പലപ്പോഴും ഈ യുദ്ധം നടക്കുന്നത്. Many times it is we find it we are facing a physical battle. പലപ്പോഴും സങ്കല്പങ്ങളിൽ നമ്മൾ കൊണ്ടിടുന്ന കാര്യങ്ങൾ ഫിസിക്കലിലേക്ക് കൊണ്ടുവന്ന ഈ യുദ്ധം നടത്തുന്നത്. So, many times the spiritual, or when it comes to a thought, we bring it out physically. സ്തോത്രം. എന്നാൽ ആമേൻ സങ്കല്പങ്ങളെ ഇടിച്ചു കളയണമെന്ന് ഇവിടെ പറയുക. And it says here that we should destroy all these imaginations or thoughts. ആമേൻ. അവയാൽ നിങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും. And as it says here, casting down arguments and every high thing that exalts itself against the knowledge of God. ഇന്നലെ വൈകിട്ട് നമ്മൾ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടായിരുന്നു. Yesterday night we heard about wisdom. സ്തോത്രം. ഇവിടെ പറയുന്നു ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി. And it says here anything that is against the knowledge of God. ആമേൻ. ഈ സങ്കല്പങ്ങൾ എന്ന് പറയുന്നതിനകത്താണ് സിദ്ധാന്തങ്ങൾ, യുക്തിവാദങ്ങൾ, തത്വങ്ങൾ ഇതൊക്കെ വരുന്നത്. And we understand that from the thoughts wisdom comes, and knowledge, and all the different kind of thoughts that come along with it. കർത്താവിന്റെ കാര്യം പറയാനായിട്ട് ആരുടെ അടുത്തേലും ചെല്ലുമ്പോഴത്തേക്കിന് ആമേൻ അവര് നൂറുകൂട്ടം കാര്യങ്ങളുമായിട്ട് നമ്മുടെ മുന്നിൽ വന്ന് പെടുന്ന കണ്ടിട്ടില്ലേ? When we talk about God, we find people coming up with different നമുക്ക് ഒരു thoughts. കാര്യം പറയാനുള്ളൂ. We just have one thing to share. ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ. We just have one thing. പക്ഷെ നമ്മുടെ മുമ്പിലോട്ട് നൂറുകൂട്ടം കാര്യങ്ങളിടും. And they will put about many different topics. പല തിയറികൾ കൊണ്ടിടും. They will bring up many different theories. ആമേൻ. പല രീതിയിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നിടും. They will bring up many kinds of regulations and laws. സ്തോത്രം. അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം ആദ്യം കയറുന്ന എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ വിചാരത്തിലാണ് കയറുന്നത്. And these things enter into our thoughts first. സ്തോത്രം. അപ്പോൾ ഈ വിചാരങ്ങളെ എന്ത് ചെയ്യണം? ആദ്യം ഈ ആയുധം വെച്ച് നമ്മൾ യുദ്ധം ചെയ്ത് ജയിക്കണം. And we should defeat them with the spiritual weapons. ഇനിയും അടുത്തത് ഏത് വിചാരത്തെയും, അങ്ങനെ ഒരു വാക്കുണ്ട് അവിടെ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും നോക്കിക്കേ, അതിൻ്റെ അടിയിൽ ഒന്ന് വരയിടണം. ഏത് വിചാരത്തെയും, Bringing every thought. അതിൻ്റെ അഞ്ചാമത്തെ വാക്യം തന്നെ, 2 Corinthians 10:5. ഏത് വിചാരത്തെയും. It says every thought. നമ്മുടെ വിചാരം എന്തോ? What is our thought? പറഞ്ഞേ നമ്മുടെ വിചാരം എന്തോ? What is our thought? വെളിപ്പെടുവാനുള്ള തേജസ് നമ്മുടെ വിചാരം. And our thought is the glory which is to be ഇതിനെ appeared. തടയുവാനായിട്ട് ഒരു വിചാരമല്ല, പല വിചാരം വരും. And to block this, many different thoughts might come. പല വിചാരം വരും. Many thoughts might come. സ്തോത്രം. പക്ഷെ ഞങ്ങൾക്ക് വിചാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. Pastor, we find it difficult ഞങ്ങൾക്ക് without these thoughts. ഞങ്ങൾക്ക് ക്ഷമിക്കാം, പക്ഷെ മറക്കാൻ പറ്റത്തില്ല പാസ്റ്ററെ. We can forgive, but we can't forget. ഞങ്ങൾക്കത് മറക്കാൻ പറ്റത്തില്ല പാസ്റ്ററെ. It's very difficult to forget. സ്തോത്രം. അതിനാ വിചാരം എന്ന് പറയുന്നത്. That is a thought. ഏത് വിചാരത്തെയും. It says any thought and every മറക്കാൻ thought. പറ്റുന്ന എല്ലാം മറക്കാൻ.
We should forget all that we can. നമ്മൾ വെളിപ്പെടുവാൻ ഒരു തേജസ്സുണ്ട്. There is a glory that has to appear. രക്ഷ എന്ന ഗേറ്റ് പാസുമായിട്ട് നമ്മൾ നിൽക്കുക. ഇപ്പം We are waiting with the gate pass of salvation. നമ്മുടെ ഒരു ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റിന്റെ പേര് സാൽവേഷൻ ആണ്. Our ticket's name, it's salvation. ആ ടിക്കറ്റുമായിട്ട് നമ്മൾ ഇതുവരെ ആമേൻ പ്രധാന സ്ഥലത്തോട്ട് കയറിയിട്ടില്ല. We have not entered into the main place where we have to go. വന്ദേ ഭാരത് എക്സ്പ്രസിൽ കയറാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. I was very excited to get on the Vande Bharat train. ടിക്കറ്റുമായിട്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴത്തേക്കിന് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആമേൻ ഗുണം നമുക്ക് അറിയത്തില്ല. We do not know how good the train is when we are waiting with the എന്ത് ticket. ഫുഡ് അതിനകത്ത് കിട്ടുമെന്ന് അറിയത്തില്ല. We do not know what kind of food we might എത്ര get. നേരം കൊണ്ട് കോട്ടയം ടു കൊച്ചി ചെല്ലുമെന്ന് അറിയത്തില്ല. We don't know how much time it would take to go from എല്ലാം Kottayam to കേട്ടറിവ് Kochi. മാത്രമേ ഉള്ളൂ. എല്ലാം കേട്ടറിവ് മാത്രമേ ഉള്ളൂ. We only have heard about it. സ്വർഗ്ഗത്തെ കുറിച്ച് എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. We have only heard about the heaven. പൗലോസ് അവിടെ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. Paul has said he has gone കൂടുതൽ there. വിവരണം ഒന്നും പുള്ളി തന്നില്ല. He has not described much about it. ആമേൻ. യോഹന്നാൻ ആമേൻ പത്മോസിൽ കിടന്നപ്പോഴത്തേക്കിന് സ്വർഗ്ഗത്തിൽ ചെന്നെന്ന് ഒത്തിരി പ്രാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. And John has written when he was in Patmos വീതി that I സ്വച്ഛ received സ്ഫടിക heaven. തുല്യ തങ്ക നിർമ്മിതമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. He has described heaven in a പക്ഷേ beautiful way. അത് കാണാനുള്ള ടിക്കറ്റ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. There is a ticket for that. ഈ ടിക്കറ്റ് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. And there are many possibilities that you will lose it. ചിലർ പറയുന്നത് വൺസ് ടിക്കറ്റ് കിട്ടിയാൽ പിന്നെ ഇത് പോകത്തില്ലെന്ന്. Some people say that once you receive it, you യോ won't അട്ടർ go. നോൺസെൻസ് ആണേ. It is foolishness to think such ടിക്കറ്റ് way. കിട്ടിയാൽ ഈ ടിക്കറ്റ് കളയാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് അറിയാവോ? And to lose your ticket, there are many ways. ഒത്തിരി മാർഗങ്ങളുണ്ട്. There are many ways that you can do നിങ്ങൾ that. ഒരു ദിവസം ഒന്ന് വചനം വായിക്കാതിരുന്ന ടിക്കറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയാ. And if you do not read the word of God, you might lose it. പ്രാർത്ഥനയ്ക്ക് ആമേൻ അല്പസമയം ഒന്ന് കുറച്ച് നോക്കിക്കേ, ടിക്കറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയാ. And if you do not pray, you might lose your ticket. ആരാധനയ്ക്ക് ഒന്ന് പോകാതിരുന്ന് നോക്കിക്കേ, ടിക്കറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയാ. And if you do not attend the church, you might lose your ticket. സ്തോത്രം. ആമേൻ. കാരണം ആമേൻ ഈ പിശാച് നാണം കെട്ടവനാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? As I said, the devil is a shameless person. സ്തോത്രം. എത്ര ആട്ടി വിട്ടാലും ഒരു ചെറിയ പഴുത് മതി അതിനകത്തോടെ കയറും. How much ever you drive him away, he just needs a little gap. കേറിയിട്ട് നമ്മുടെ വിചാരത്തിലാണ് കയറുന്നേ. And he enters into your thoughts. ടിക്കറ്റ് നഷ്ടപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. And he will do everything to make you lose your ഞാൻ എന്റെ ticket. വാക്കുകളെ ചുരുക്കാൻ പോകുകയാ. I am going to conclude now. ഈ ടിക്കറ്റ് ഒരു രക്ഷയാകട്ടെ. ഈ ടിക്കറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. This ticket is your salvation. സ്തോത്രം. ഏത് വിചാരത്തെയും നമ്മൾ പിടിച്ചടക്കണം. And you should suppress all the evil ഈ thoughts of ടിക്കറ്റ് desires. നഷ്ടപ്പെടാൻ ഒത്തിരി വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. And many different thoughts will come നമ്മുടെ into your തലമുറകളെ life. കുറിച്ചുള്ള വിചാരമായിരിക്കും. It might be the thought about your നമ്മുടെ young ജോലിയെ ones. കുറിച്ചുള്ള വിചാരമായിരിക്കും. It might be about your job. നമ്മുടെ മോർഗേജിനെ കുറിച്ചുള്ള വിചാരമായിരിക്കും. It might be about your mortgages. നമ്മെ നിന്ദിക്കുന്നവരെ കുറിച്ചുള്ള വിചാരമായിരിക്കും. It might be about the ones നമ്മളെ who talk bad. പരിഹസിക്കുന്നവരെ കുറിച്ചുള്ള വിചാരമായിരിക്കും. It might be the ones who talk bad എല്ലാ about you. വിചാരങ്ങളെയും ഒന്ന് കുഴിച്ചു മൂട്. Let us bury all these thoughts. അതിനേക്കാൾ ഒക്കെ വലുതാ എന്റെ കയ്യിലിരിക്കുന്ന ഈ ടിക്കറ്റ് എന്ന് പറയുന്നത്. And the ticket in our hand is much more അതിനേക്കാൾ ഒക്കെ valuable. വലുതാ എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുന്നത്. And the glory of God is much more powerful. തേജസ് നഷ്ടപ്പെടുന്നത് ഒന്നും ഞാൻ അനുവദിക്കുന്നില്ല തീരുമാനമെടുക്ക്. And I will not allow anything to destroy that ഇന്ന് പകൽ glory. എത്ര പേർക്ക് അതൊന്നും സാധിക്കും? How many of you are ready today? കർത്താവേ എന്റെ ടിക്കറ്റ് എനിക്ക് നഷ്ടപ്പെടുത്തണ്ട. God, that I do not want to ഇത്ര lose it. വലിയ രക്ഷ ഗണ്യമാകാതെ പോയാൽ I will not lose the glory and the എങ്ങനെ salvation. തെറ്റി ഒഴിയും? How will I survive? സ്തോത്രം. Praise God. ഞാൻ എന്റെ ബൈബിൾ അടയ്ക്കുക. I'm closing my Bible right now. സ്തോത്രം. വിചാരങ്ങളെ ഏത് വിചാരത്തെയും എന്ത് ചെയ്യണം? ക്രിസ്തുവിങ്കിലേക്ക് ഒന്ന് തിരിക്കണം. You should turn away all the evil thoughts into the thoughts of ഏത് Christ. വിചാരത്തെയും ക്രിസ്തുവിങ്കിലേക്ക് ഒന്ന് തിരിക്കണം. You should turn all these thoughts into Christ. ആ നാമത്തെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുവരണം. And let us bring the name of the Lord into ആ our hearts. നാമത്തിന് മേലായ ഒരു നാമവുമില്ല. There is no other name which is above His name. കർത്താവാണ് നമുക്കെല്ലാം. God is our everything. കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരം. Our Lord is the strong ഞാൻ tower. നീതിമാനാ. I am a righteous man. എന്നെ നീതിമാനാക്കിയതാ. God has made me righteous. എനിക്ക് നീതിമാനാകാൻ യോഗ്യതയില്ലായിരുന്നു. I do not possess the qualifications എന്നാൽ to do that. വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. But through faith I am holy. ലോകത്ത് ആരോട് സമാധാനമില്ലെങ്കിലും എനിക്ക് ദൈവത്തോട് സമാധാനം വന്നു. I have peace only with God. സ്തോത്രം. ദൈവത്തോട് സമാധാനം വന്നാൽ പിശാചിനോട് ശത്രുതയായി. And if you have peace with God, that is enmity with the devil. ദൈവത്തോട് സമാധാനം വന്നാൽ എന്റെ ജീവൻ വെച്ച ആത്മാവിന് യുദ്ധം ആരംഭിച്ചു എന്നർത്ഥം. And it means that the spiritual warfare has begun. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന അന്ന് അവനൊരു യുദ്ധം ഡിക്ലെയർ ചെയ്യുകയാണ്. And when a person is born again, he has declared a war. ഇതുവരെ ഞാൻ പിശാചിന്റെ കൂടെ ആയിരുന്നു. I was with the devil all this ഇനി ഞാൻ time. ദൈവത്തിനായി ജീവിക്കും. I am living for God now. യുദ്ധം ഡിക്ലെയർ ചെയ്യുക. And he's declaring a war. ക്രിസ്തീയ ജീവിതം ഡിക്ലറേഷനാ. A Christian life is a declaration. അതുകൊണ്ട് പൗലോസ് പറയും നമ്മുടെ പോരിന്റെ
വേണ്ടിയ ആയുധങ്ങൾ ജഡികങ്ങളല്ല. That's why Paul says our warfare is not carnal. കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആയുധങ്ങളാ. It is powerful to destroy the forts. ഇന്ന് പകൽക്കാലം എല്ലാവർക്കും അല്പസമയം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Let us നിൽക്കാം. rise up and praise the name of God.